ഷിബു ഡേ, ഇവൻ ആള് കുഴപ്പക്കാരനാണ് കേട്ടാ. ഇവനാണ് ഷിബു. ഷിബു എന്ന് പറയുമ്പോൾ ഇവൻ നമ്മൾ വിചാരിക്കും പോലത്തെ ഒരാളല്ല, ആൾ കുറച്ച് ടെററാണ്. അതുകൊണ്ടാണ് ഷിബുവിനെ ഞങ്ങൾ കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഷിബു എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതൊരു മഡ് ക്രാബാണ്. അപ്പം ഞങ്ങൾ സാധാരണ ഗതിയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ കേരള കുസൈന് പകരം ഇന്നൊരു വ്യത്യസ്തമായൊരു ജാപ്പനീസ് ഡിഷ് പിടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഷിബുവിനെ ഒന്ന് തട്ടണം. അപ്പോൾ നമ്മൾ ഷിബുവിനെ തട്ടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ മഡ് ക്രാബുകളെ കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് രീതിയുണ്ട്. അതിനകത്ത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ തിളച്ച വെള്ളത്തിലോട്ട് എടുത്തിടുന്നു, അടച്ചു വയ്ക്കുന്നു. അതൊരു വല്ലാത്ത കഷ്ടമാണ്. അപ്പോൾ അത്രയും ഒരു മനുഷ്യത്വപരമല്ലാത്ത രീതിയിൽ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിന്നൊരു വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ് കാണിക്കുന്നത്. നമ്മൾ നല്ല ഷാർപ്പായിട്ട് നൈഫ് എടുക്കുക. സോ ഇനി നമുക്ക് ഇതിനൊന്ന് ക്ലീനാക്കി എടുക്കണം. ക്ലീനാക്കി എടുക്കാൻ വേണ്ടി ഇതിനകത്ത് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. നമുക്കിതിനെ നല്ലപോലെ വാഷ് ചെയ്യണം. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത നമ്മുടെ ഷിബാണ്. ഇതിനെ ഒന്ന് പൊളിച്ച് ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് ഈ മഞ്ഞ കളറിൽ കാണുന്ന സാധനം ആരും എടുത്ത് കളയരുത്. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. നമ്മൾ കളയാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് കളയാനുള്ളത്. അപ്പം നമ്മൾ മഡ് ക്രാബിനെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജാപ്പനീസ് ക്യുസൈനാണ്. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ജാപ്പനീസ് മിസോ ബട്ടർ മഡ് ക്രാബ് എന്നാണ്. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി മിസോ പേസ്റ്റ് ആവശ്യമുണ്ട്. പക്ഷേ മിസോ പേസ്റ്റും അങ്ങനെയുള്ള നമ്മുടെ ചില ജാപ്പനീസ് ഐറ്റംസ് നമുക്ക് കിട്ടാൻ കുറച്ച് അവൈലബിലിറ്റി കുറവായതുകൊണ്ട് ഞാൻ കേടും സോയ സോസും ശകലം ഷുഗറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു മിസോ പേസ്റ്റ് തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഓണിയൻ ചോപ്പ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ഒണിയനോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചോപ്പ്ഡ് ഒണിയനാണ്. അപ്പം നമ്മൾ ഈ മിസോ പേസ്റ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ കേട് എടുക്കണം. കട്ടിയുള്ള കേടാണ് നല്ലത്. മിസോ പേസ്റ്റ് കിട്ടുന്നവർ അതാണ് നല്ലത് ഉപയോഗിക്കാൻ. നമുക്കത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. അതിലേക്ക് 2 സ്പൂൺ ഓളം വരുന്ന കേട് എടുത്തു. അതിനകത്ത് 1 സ്പൂണ് സോയ സോസ്, 1.5 സ്പൂൺ ഒഴിച്ചോ കുഴപ്പമില്ല. അതിനുശേഷം 1 പിഞ്ച് ഷുഗർ. ഇതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് സ്മൂത്താക്കി എടുക്കണം. നമുക്കിതിലോട്ട് നമ്മുടെ ക്രാബിനിട്ട് അടച്ച് വെച്ചാൽ സംഭവം കുക്കാവും. ഷിബു ചത്തില്ലല്ലേ? ഷിബുവിൻ്റെ കൈയും കാലും ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ
ഇതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യണം. മഡ് ക്രാബ് റെഡി ആയതുകൊണ്ടാണ് ഈ ക്രാബിൻ്റെ കളർ അങ്ങ് മാറി ഇപ്പോൾ ഒരു റെഡ് കളറായി. നേരത്തെ നമ്മൾ ഇട്ടപ്പോൾ ഉള്ള കളറല്ല.